നമസ്കാരം. സിനിമാ രംഗത്ത് പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന നടി ശ്വേതാ മേനോൻ താനും ഈ ആക്രമികളുടെ ഇരയാകപ്പെട്ടിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ സ്ത്രീകളും ഉണ്ട്. കരാറിൽ ഒപ്പുവെച്ച 9ഓളം സിനിമകളാണ് തനിക്കെതിരെ ഒരു സുപ്രഭാതത്തിൽ നടപടിയുടെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടത് എന്ന് തുറന്നു പറയുകയാണ് ശ്വേതാ മേനോൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് സന്തോഷമുണ്ടെന്നാണ് നടിയുടെ പ്രതികരണം. അതായത് സിനിമാ മേഖലയിൽ, മലയാള സിനിമാ മേഖലയിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് അടിവരയിടുകയാണ് ഓരോ പ്രമുഖരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അല്പം വൈകിയാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. റിപ്പോർട്ട് പുറത്തു വരണമെന്ന് നിരവധി തവണ താനും ആവശ്യപ്പെട്ടിരുന്നു. നമ്മുടെ കൂടെ ആരും നിൽക്കാൻ പോകുന്നില്ല, നമുക്ക് വേണ്ടി നാം തന്നെ പോരാടണം. സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു എന്നതാണ് താൻ വിശ്വസിക്കുന്നത് എന്നും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ രംഗത്തെത്തിയാൽ തന്നെ പ്രശ്നങ്ങൾ മാറിക്കോളുമെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. ഇപ്പോഴുണ്ടായ മാറ്റം വളരെ നല്ലതാണ് എന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുതിയതായി തോന്നുന്നില്ല. നടിമാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് നേരത്തെയും താൻ കേട്ടിട്ടുണ്ട്. ബാത്റൂം സൗകര്യം പോലുമില്ലാത്ത അവസ്ഥ പലർക്കും നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. തന്റെ ബുദ്ധിമുട്ടുകൾ അപ്പോൾ പറയാറുണ്ട്, ആവശ്യങ്ങൾ പറഞ്ഞ് നേടിയെടുക്കാറുമുണ്ട് എന്ന് ശ്വേതാ മേനോൻ പറയുന്നു. പ്രശ്നങ്ങൾ നേരിടുന്നവർ അത് തുറന്നു പറയണം, പരാതി പറയണം. എല്ലായ്പ്പോഴും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആൾ തന്നെയാണ് താൻ. കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വന്നിട്ടില്ല. നിലപാടുകളെ തുടർന്ന് സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്. പുരുഷന്മാർ മാത്രമല്ല ആ പവർ ഗ്രൂപ്പിലുള്ളത്, സ്ത്രീകളും അതിൽ ഉൾപ്പെടുന്നു. സിനിമയിൽ അപ്രഖ്യാപിത വിലക്കുണ്ട്. ഇത് താനും ഇരയായിട്ടുണ്ട്. കരാർ ഒപ്പുവെച്ച 9 സിനിമകളോളമാണ് അതിന്റെ പേരിൽ തനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ശ്വേതാ മേനോൻ അറിയിക്കുന്നത്. എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വിവിധ തരത്തിലാണ് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സിനിമാ മേഖലയിൽ, അതായത് ഒരു തൊഴിലിടമായ സിനിമാ മേഖലയിൽ വലിയ വിയോജിപ്പുകളും വലിയ അസമത്വങ്ങളും ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിന് ഇരയാകപ്പെട്ടവർ ഒരുപാടുണ്ട്. പക്ഷേ ഇതിനൊന്നും നടപടിയെടുക്കാൻ സർക്കാർ ഇതുവരെ മുതിരുന്നില്ല എന്നതാണ് വിരോധാഭാസം.